Hi dears, welcome back to my channel. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായി കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാരറ്റ്, ചെറിയൊരു ക്യാപ്സിക്കം അരിഞ്ഞത്, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്യാബേജിൻ്റെ ഓരോ ഇതളുകളും ഇളക്കി വൃത്തിയായി കഴുകിയാണ് ഞാൻ അരിയാൻ എടുത്തത്. ഇനി നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ക്യാബേജ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ക്യാബേജ് വളരെ നൈസായി വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് മയോണൈസ് ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുറച്ച് കുറച്ചായി ഒഴിച്ചു വേണം ഇളക്കിയെടുക്കാനായിട്ട്. ആദ്യമേ മൊത്തം ഒഴിച്ചു കഴിഞ്ഞാൽ ഫില്ലിങ് വളരെ ലൂസായി പോകും. അപ്പോൾ ബ്രെഡിൽ വെച്ച് കഴിയുമ്പം ബ്രെഡ് പൊട്ടിപ്പോകും. ഞാൻ സാൻഡ്വിച്ചിനൊക്കെ മയോണൈസ് തയ്യാറാക്കുമ്പോൾ ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുക്കാറ്. ഇതിലൂടെ കട്ടിക്ക് വേണ്ടവർക്ക് ഓയിലിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്തിരി പുളി കുറവായിരുന്നതുകൊണ്ട് ഞാൻ ഇത്തിരി വൈറ്റ് വിനെഗർ ചേർക്കുകയാണ്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് നോക്കാം എന്തെങ്കിലും കുറവുണ്ടോ എന്ന്. ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലൊരു പീസിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഇഷ്ടമില്ലാത്തവർക്ക് ചീസോ ബട്ടറോ ഒക്കെ അവരവരുടെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം. ഇത്തിരി സ്വീറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ടൊമാറ്റോ സോസ് എടുത്തത്. ഇനി അടുത്ത പീസിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. ഫില്ലിങ് ശരിക്കും വെച്ചതിന് ശേഷം 2 പീസും കൂടെ വെച്ച് നമുക്കൊരു സ്പാറ്റില കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 പീസ് ബ്രെഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാനിലേക്ക് വെച്ച് മുരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി കിട്ടുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബ്രെഡ് വെക്കേണ്ട അത്രയും ഭാഗത്ത് തേച്ച് കൊടുത്താൽ മതി. ബട്ടർ ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന 1 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. നമുക്ക് 2 വശവും ഒന്ന് മുരിച്ചെടുക്കണം. സ്പാറ്റില കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് സെറ്റ് ആവാൻ നല്ലതാണ്. ഒരുപാട് ടൈം എടുത്ത് മുരിക്കണമെന്നൊന്നുമില്ല. നമുക്ക് 2 വശവും ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. അടുത്ത പീസും കൂടെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. അപ്പം നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും. അധികം എരിവില്ല, നല്ല മധുരമൊക്കെ ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.